ഞാൻ ചോദിക്കുന്നതല്ല, ഇതിവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഒരു തുള്ളി വെള്ളമുണ്ടോ? ഒരു തുള്ളി വെള്ളമില്ല. എന്തിനാണ് കൊണ്ടുവച്ചേക്കുന്നത്? എത്ര ലക്ഷം രൂപ? 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, എത്ര രൂപ? ഓരോ എന്തിനാ കൊണ്ട് വെച്ചേക്കുന്നേ? എല്ലാ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ കൊണ്ട് വെച്ചേക്കുക. ഒരു തുള്ളി വെള്ളമുണ്ടോ? വെള്ളമില്ല. ഇവിടെ ഇത്രയും ദാരിദ്ര്യമായ സമയത്ത് കാരണം നമുക്കിവിടെ മോരുവെള്ളം കൊടുക്കുന്നു. അപ്പുറത്ത് മോരുവെള്ളം ഉണ്ടോ? മോരുവെള്ളം ഉണ്ട്, എല്ലാവർക്കും മോരുവെള്ളം കൊടുക്കുന്നുണ്ട്. പോയി എല്ലാവരും അവിടെ പോയി കുടിച്ചാൽ മതി. പുനലൂർ പട്ടണത്തിലെത്തിയാൽ ആരും ദാഹിച്ചു വലയരുത്. പണമില്ലാത്തതിന്റെ പേരിൽ കുടിക്കാൻ ശുദ്ധജലം കിട്ടാതെ പോകരുത്. കാരണം കേരളത്തിൽ ചൂട് കൂടിയ പട്ടണമാണ് പുനലൂർ. കൊടും ചൂടിൽ ഡീഹൈഡ്രേഷൻ എന്ന നിർജ്ജലീകരണം ഉണ്ടായാൽ മരണം വരെ സംഭവിച്ചേക്കാം. അങ്ങനെയൊരു മാനുഷിക ലക്ഷ്യത്തിലാണ് പുനലൂർ നഗരസഭ തനത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ മുടക്കി നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ഇതിനായി പട്ടണത്തിലെ 5 ഇടങ്ങളിൽ വാട്ടർ കിയോസ്കുകളും സ്ഥാപിച്ചു. 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം ആർക്കും യഥേഷ്ടം കുടിക്കാം. അങ്ങനെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലും KSRTC ഡിപ്പോയിലും TB ജംഗ്ഷനിലും ചെമ്മന്തൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും മാർക്കറ്റ് ജംഗ്ഷനിലും അടക്കം ആളുകൂടുന്ന സ്ഥലത്തെല്ലാം വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഓരോ കിയോസ്കിലും 500 ലിറ്റർ വീതമുള്ള വാട്ടർ ടാങ്കുകളും വാട്ടർ പ്യൂരിഫയറുകളും സ്ഥാപിച്ചു. വെള്ളം കുടിക്കാൻ ചങ്ങലയിൽ ബന്ധിച്ച് സ്റ്റീൽ ഗ്ലാസുകളും വെച്ചുകൊടുത്തു. ഓർക്കണം, ഒരു കിയോസ്ക് സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് ചെലവായത് 2 ലക്ഷം രൂപ വീതം. അങ്ങനെ 5 എണ്ണം സ്ഥാപിച്ചതിന് 10 ലക്ഷം രൂപ മുടക്കി. കുറച്ചുനാൾ നാട്ടുകാർ സുലഭമായി വെള്ളം കുടിച്ചു. പക്ഷേ വാട്ടർ കിയോസ്കുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. ഒന്നിലും വെള്ളമില്ല. ലോഹഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. ലക്ഷങ്ങൾ മുടക്കിയ കിയോസ്കുകൾ 5 എണ്ണവും പോസ്റ്ററുകൾ പതിപ്പിച്ച് വൃത്തികേടാക്കിയിരിക്കുന്നു. പുനലൂർ മാർക്കറ്റിന്റെ സമീപമായിട്ട് ഒരു കുടിവെള്ളത്തിന്റെ ടാങ്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഈ കുടിവെള്ള പദ്ധതി മുന്നോട്ട് പോയുള്ളൂ. ആ 2 ആഴ്ചയ്ക്ക് അഹം വെച്ച് കുടിവെള്ള പദ്ധതി ഇവിടെ അവസാനിച്ചു. ഒരു കുപ്പി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 20 രൂപ കൊടുക്കണം. ഇവിടുത്തെ പൊതുജന ഇതിലേക്കൂടെ നടന്നു പോകുന്ന യാത്രക്കാരുണ്ട്. ഇവിടെ ആട്ടോ ഓടുന്ന ആട്ടോ ഡ്രൈവർമാരുണ്ട്. ഞാനും പെറ്റാട്ടോ ഓടുന്നതാണ്. ഇവിടുത്തെ കടക്കാരുണ്ട്. ഒരു ദിവസം 20 രൂപ കൊടുത്ത് വെള്ളം മേടിച്ച് കുടിക്കാനുള്ള അവസ്ഥയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ വേനൽക്കാലത്ത് 1 കുപ്പിയോ 2 കുപ്പിയോ 3 കുപ്പിയോ വെള്ളം കുടിച്ചാല് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു 500 രൂപ ഓടിയ 100 രൂപ കൊടുത്ത് വെള്ളം മേടിച്ച് കുടിക്കാനുള്ള ഒരു ഇപ്പൊ നടക്കത്തില്ല. അതുകൊണ്ട് പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ രാജഗോപാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി കണ്ടെത്തണം. ഈ കുടിവെള്ള പദ്ധതി ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കുടിവെള്ള പദ്ധതി വീണ്ടും പഴയത് കണക്കന്നെ നിർമ്മാണം ചെയ്ത് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾ കണ്ടെത്തണം. പലതിന്റെയും പരിസരത്ത് കാട് മൂടി. ഇതിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ദാഹമകറ്റാൻ നഗരസഭ സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ നോക്കി വേനൽക്കാലത്ത് ജനം പരിഹസിക്കുകയാണ്. യഥാസമയം ഇവ പരിപാലിക്കുന്നതിൽ നഗരസഭ വരുത്തിയ അലംഭാവവും വീഴ്ചയുമാണ് കിയോസ്കുകൾ നശിക്കാനുള്ള പ്രധാന കാരണം. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുക. ഇതിനകത്ത് കുടിവെള്ളമില്ല. അപ്പോൾ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്താൽ എല്ലാവർക്കും ഒരു ഉപകാരമാവും. ഈ ചൂട് സമയത്ത് 20 രൂപ കൊടുത്ത് നമ്മൾ വെള്ളം മേടിച്ചു കുടിക്കാൻ പറ്റിയ ഇതിലല്ല ആട്ടോക്കാർ. അവർക്ക് അതിനുള്ള വരുമാനമില്ല. അതിനെന്തെങ്കിലും നടപടി മുനിസിപ്പാലിറ്റി ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവയെല്ലാം കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ കൊടും ചൂടുകാലത്ത് പുനലൂരിൽ എത്തുന്നവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം ലഭിച്ചേനെ. ഇനി ഇത് നന്നാക്കി വീണ്ടും ദാഹജലം വിതരണം തുടങ്ങണമെങ്കിൽ വീണ്ടും മുടക്കണം ലക്ഷങ്ങൾ. കിയോസ്കുകളിലെ ദാഹജല വിതരണ സംവിധാനം മുടങ്ങിയതോടെ നഗരസഭ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സംഭാര വിതരണം നടത്തുകയാണ്. ഇതിനായി ബോട്ടിൽ വാട്ടർ വാങ്ങിയാണ് സംഭാരമുണ്ടാക്കുന്നത്. കിയോസ്കുകളിൽ ഒരിടത്തും ശുദ്ധജലമില്ലെങ്കിലും TB ജംഗ്ഷനിലെ കിയോസ്കിലെ ടാങ്കിലെത്തുന്ന വെള്ളം ടാപ്പിലേക്ക് വരാതെ കവിഞ്ഞൊഴുകി പാഴാകുന്നുമുണ്ട്.
നിലവിൽ നഗരസഭാ ചെയർമാനായിരിക്കുന്ന എം.എ. രാജഗോപാലിന്റെ മുൻ ഭരണകാലത്ത് നടപ്പാക്കിയ മികച്ച പദ്ധതികളിൽ ഒന്നായിരുന്നു കിയോസ്കുകളിലെ ദാഹജല വിതരണ പദ്ധതി. ഈ പദ്ധതി മാത്രമല്ല, നിരവധി പദ്ധതികളാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ടും പുനലൂരിൽ ലക്ഷ്യം കാണാതെ കിടക്കുന്നത്. ജനങ്ങൾക്ക് പ്രയോജനകരമാകേണ്ട പദ്ധതികളെല്ലാം പാതിവഴിയിലും പെരുവഴിയിലും നോട്ടക്കുറവും അലംഭാവവും കാരണം ഇങ്ങനെ അലക്ഷ്യമായി നശിക്കുകയാണ്. വാട്ടർ കിയോസ്കുകൾ വൃത്തിയാക്കിയും നവീകരിച്ചും നഗരസഭയുടെ ഇത്തരം ജനോപകാര പദ്ധതികൾ വീണ്ടും തുടരണമെന്ന് തന്നെയാണ് നാടിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം ഞങ്ങൾ അതിനകത്ത് നേരത്തെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നിലവിലെ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപയാണ്. വേനൽക്കാലമായിട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ല കുടിക്കാൻ. ഞങ്ങൾ ഒത്തിരി ഓട്ടോക്കാർ ഇവിടെ ഓടുന്നുണ്ട്, ജീപ്പുകാർ സ്റ്റാൻഡ് പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ വന്ന് ബസ് കയറാൻ നിൽക്കുന്നവരൊക്കെ വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് വന്ന് പലപ്പോഴും തപ്പി നോക്കുന്നുണ്ട്, വെള്ളം കിട്ടുന്നില്ല. കണക്ഷനും എല്ലാം കിടക്കുവാണ്. ഇതെല്ലാം പൊട്ടി പോച്ചയും ഒക്കെ വൃത്തിയായിട്ട് കിടക്കുക. അവിടെ വന്ന ആൾക്കാർ അപ്പിയിടുകയും ഒക്കെ മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് മുനിസിപ്പാലിറ്റി ഇത് ഏറ്റെടുത്ത് ഇത് വൃത്തിയാക്കി ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ വാഹനം ഓടിക്കുന്ന മനുഷ്യർക്കൊക്കെ കാട്ടിക്കൂടെ നടക്കുന്നവർക്കൊക്കെ ഒരു ആവശ്യമായിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മുനിസിപ്പാലിറ്റി ചെയ്താൽ വളരെ നന്നായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.